എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ ഇന്നത്തെ ആ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നലെ നമ്മൾ അവസാനം കണ്ടത് എല്ലാവരുടെ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുന്ന അബീനെയാണ്. കയ്യിൽ നിന്ന് ആഭരണങ്ങളെല്ലാം താഴെ പോയി. ഈ സമയത്ത് മുത്തശ്ശനും ആദർശും എല്ലാവരും കൂടെ അങ്ങോട്ട് അബിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആഭരണമായിട്ട് എങ്ങോട്ടാടാ പോയെന്ന് ചോദിച്ചുണ്ട്. അബിക്ക് ഒരു ഉത്തരവില്ലായിരുന്നു. അബി അവരോടൊക്കെ എന്ത് മറുപടി പറയണം, പിടിക്കപ്പെട്ടല്ലോ ഭഗവാനെ എന്നോർത്ത് നിൽക്കുമായിരുന്നു. അല്ല, ഞാനിത് നബിക്ക് ഇടാൻ കൊടുത്താണല്ലോ വളകാപ്പ് ചടങ്ങിന്, ഇത് അവളും കൂടെ അറിഞ്ഞിട്ടാണോ നീ എടുത്തോണ്ട് പോന്നേന്ന് ചോദിക്കുകയാണ്. എന്ത് മറുപടി പറയും? അവൾ അറിഞ്ഞിട്ടില്ല, താൻ ഇതുകൊണ്ട് പണയം വെക്കാൻ പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതോടുകൂടി താനായി വീടിന് പുറത്താകും. എന്റെ ദൈവമേ, അങ്ങനെയൊക്കെ ഓർത്തിരിക്കുന്ന സമയത്താണ് നവ്യ അങ്ങോട്ട് വരുന്നത്. നവ്യ കേട്ട് മുത്തശ്ശി ചോദിക്കുന്നത്. പെട്ടെന്ന് നവ്യ പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞിട്ടാന്ന് പറയാണ്. ഒരു നിമിഷം അബി പോലും ഞെട്ടിപ്പോയി. അബി ഓർത്തു, ഇതെന്താ ഇവൾ ഇങ്ങനെയൊക്കെ പറയണേ, തന്നെ രക്ഷിക്കാൻ വന്നാണോ? അല്ല, നവ്യ ചോദിച്ചു, അല്ല എല്ലാരും കൂടെ എന്തിനാ അബീനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കെന്ന് ചോദിക്കുവാണ്. അപ്പൊ ആദർശ് പറഞ്ഞു, അവൻ പിന്നെ ഈ ആഭരണങ്ങളുമായിട്ട് പുറത്തേക്ക് പോകാൻ നോക്കിയതായിരുന്നു. ആ സമയത്താണ് ഞങ്ങളിത് കണ്ടേന്ന് പറയാം. അല്ല, അബി ഈ സ്വർണ്ണമായിട്ട് പുറത്തേക്ക് പോയാൽ എന്താ കുഴപ്പം? ഞാൻ അവനിത് ഏൽപ്പിച്ചെന്ന് ചോദിക്കണം. മുത്തശ്ശി ചോദിച്ചു, നീ എന്തിനാ മോളെ ഇത് അവനെ ഏൽപ്പിച്ച്? ഞാൻ നിനക്കിത് വളകാപ്പ് ചടങ്ങിന് ഇടാൻ തന്നില്ലെന്ന് ചോദിക്കുക. അത് മുത്തശ്ശി, അത് പിന്നെ അതപ്പടി പൊടി പിടിച്ചിരിക്കുമല്ലായിരുന്നോ, അപ്പൊ ഒന്ന് പോളിഷ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാൻ ഞാനാ അബിയോട് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അബി അത് പുറത്തേക്ക് കൊണ്ടുപോയെന്ന് പറയാം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അബിയോട് മുത്തശ്ശൻ പെട്ടെന്ന് ചോദിച്ചു, ശരിയാണ്ടാ നബിയെ പറയണേന്ന് ചോദിച്ചു. ശരിയാ മുത്തശ്ശ, എൻ്റെ ഒന്ന് പോളിഷ് ചെയ്യാൻ തന്നാന്ന് പറയാം. നബിയ പറഞ്ഞു, വളകാപ്പ് ചടങ്ങിനാണെങ്കിൽ അബിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. സ്വന്തമായിട്ട് സ്വർണ്ണമൊന്നും വാങ്ങിച്ചാൽ എൻ്റെ ഈ പൈസയില്ല. ഞാൻ വെറുതെ ഒരു സ്റ്റാഫ് മാത്രമല്ലേ, ഇപ്പം മൂർത്തി ജ്വല്ലറിയില്ലേ, അതുകൊണ്ട് എൻ്റെ ഈ പൈസയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, നീ നല്ല സ്വർണ്ണമൊക്കെ ഇട്ട് തിളങ്ങി നിൽക്കണമെന്നൊക്കെയുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അബിയോട് പറഞ്ഞേ, അതൊന്നും ഓർത്ത് അബി പേടിക്കണ്ട, എനിക്കിടാനുള്ള സ്വർണ്ണമൊക്കെ മുത്തശ്ശി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും അബിയെ പറഞ്ഞേ, ഇതപ്പടി പൊടിയായിട്ടിരിക്കുമല്ലേന്ന് ചോദിച്ചപ്പോൾ, എന്നാ ഒരു കാര്യം ചെയ്യാം, ഇത് കൊണ്ടത് പോളിഷ് ചെയ്ത് നല്ല പുതിയതുപോലെ ആയിക്കൊണ്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തോണ്ട് പോന്നേന്ന് പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജ, ഓഹോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇത്ര സമയം എല്ലാരും കൂടെ എന്റെ മോനെ ഇവിടെ ഇട്ട് ഒരു കള്ളനാക്കുമായിരുന്നു അല്ലേ? അല്ലെങ്കിലും ഇങ്ങനെയാ, ഇത് തന്നെ വേണം. എന്റെ മോനും എനിക്കിവിടെ എന്തെങ്കിലും വിലയുണ്ടോ? അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതെല്ലാം കുറ്റവും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നവ്യെ കൊടുത്തു വിട്ടാ, എന്നിട്ടോ എല്ലാരും കൂടെ കൂടി അവനെ കള്ളനാക്കില്ലേന്ന് ചോദിക്കണം. പിന്നീട് മുത്തച്ഛനോട് പറഞ്ഞു, അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ അവസാനം സംഭവിക്കുള്ളൂ. എന്നെ എൻ്റെ മോനെ ഇവിടെ ആർക്കും ഇഷ്ടമില്ല, ബാക്കി ആരെന്തൊക്കെ ചെയ്താലും ഒരു കുഴപ്പമില്ലെന്ന് പറയാം. മുത്തച്ഛൻ പറഞ്ഞു, അങ്ങനെ എല്ലാവർക്കും തോന്നണമെങ്കിൽ നിന്റെ മോന്റെ സ്വഭാവം അത്ര നല്ല ആയതുകൊണ്ടല്ലേന്ന് ചോദിക്കുക. എന്താ മുത്തശ്ശൻ എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണേ? എന്റെ മോൻ എന്ത് ദ്രോഹം ചെയ്തെന്നാ? ഇപ്പൊ നവ്യ തന്നെ പറഞ്ഞല്ലോ, ഈ സമയത്ത് നവ്യ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എല്ലാരും കൂടെ എന്റെ മോനെ കള്ളനാക്കില്ലേ? പിന്നെ അവൻ ഈ കുടുംബത്തിൽ എന്തെങ്കിലും വിലയുണ്ടാവോ? സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കേണ്ട ഗതികേടൊന്നും എന്റെ മോൻ ഇതിനായിട്ട് ഉണ്ടായിട്ടില്ല. അബി പറഞ്ഞു, അമ്മ എന്തൊക്കെയാ പറയുന്നത്, ഒന്ന് മിണ്ടാതിരിക്കാൻ പറയണം. നീ അവിടെ മിണ്ടാതിരിക്കടാ, പറയാനുള്ള കാര്യങ്ങൾ എവിടെയാണെങ്കിലും നമ്മൾ തുറന്നു പറയണം. ഇപ്പൊ നവ്യ വന്നില്ലായിരുന്നെ കാണായിരുന്നു, നീ എല്ലാവരുടെ മുന്നേ കുറ്റവാളിയെ പോലെ ഇവിടെ നിന്നേണെന്ന് പറയണം. അബി പറഞ്ഞു, നവ്യക്കാണെങ്കിൽ വളകാപ്പ് ചടങ്ങ് വരുമല്ലേ, അവക്കാണെങ്കിൽ എന്നെ കൂടെ ഒന്നും മേടിച്ചു കൊടുക്കാനും കൂടെ പറ്റുന്നില്ല. അതിന്റെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു മുത്തശ്ശ, അതുകൊണ്ടാ ഞാനിതൊന്ന് പോളിഷ് ചെയ്ത് കൊണ്ടേ കൊടുക്കാന്നൊക്കെ വിചാരിച്ചെന്ന് പറയാം. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, ശരി ശരി, ഇനിയിപ്പം ഇതും വെച്ചോണ്ട് ഇവിടെ നിൽക്കണ്ട. മുത്തശ്ശി പറഞ്ഞു, പോളിഷ് ചെയ്യാനായിട്ട് നമ്മുടെ കടയിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ പുറത്തു കൊടുക്കേണ്ട ആവശ്യം എന്താ? അവരെ വിളിക്കുകയാണ്, അവർ ഈ വീട്ടിൽ തന്നെ വന്ന് ചെയ്തു തരില്ലേന്ന് ചോദിക്കുകയാണ്. വെറുതെ എന്തിനാ മുത്തശ്ശി അവരെ ഇങ്ങോട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ഓർത്തോണ്ടാന്ന് പറയണം. ശരി ആയിക്കോട്ടെ, നീ ഇതെല്ലാം റൂമിൽ കൊണ്ടേ വെക്കാൻ മുത്തശ്ശി പറയണം. അങ്ങനെ അബി അതെല്ലാം കൊടുത്തിന് മുറിയിലേക്ക് പോകുന്ന സമയത്ത് നവ്യ പതുക്കെ ചെന്നിട്ട് പറഞ്ഞു, മുറിയിലേക്ക് വാ, മുറിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിന് ബാക്കി ഞാൻ പറയാന്ന് പറയാണ്. അങ്ങനെ കയറിപ്പോ. പക്ഷെ നയനയ്ക്കും ആദർശനൊന്നും ഇതത്ര വിശ്വാസം വന്നില്ല. എവിടെയോ എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങളുണ്ട്. നവ്യയുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കള്ളത്തരം പറയുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ജലജയാണെങ്കിൽ രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തിരിക്കുമായിരുന്നു. അവൻ എന്തോ ഒരു കള്ളത്തരം കാണിച്ച അബി. പക്ഷെ ആ സമയത്ത് നവ്യ വന്ന് രക്ഷിച്ചാന്ന് ജലജയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും നവ്യ ചോദിച്ചു, നിനക്ക് നാണമില്ലേ? നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ സ്വർണ്ണത്തെ എടുക്കരുത്, സ്വർണ്ണത്തെ തൊടലെന്ന്. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ വളകാപ്പ് ചടങ്ങ് ഇടാനുള്ളതാണ്. എന്നിട്ടോ എന്നെ കാണാൻ നിങ്ങൾ എടുത്തോണ്ട് പോയില്ലേ? ഇപ്പൊ കാണായിരുന്നു. എല്ലാരും കൂടെ പിടിച്ച് ആകെപ്പാടെ നാണം കെട്ട് ഈ വീട്ടിൽ നിന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇറങ്ങേണ്ടി വരണ്ടേ. മുത്തശ്ശന്റെ ഒരു ചില്ലി കാശ് പോലും കിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ. അല്ല, നിങ്ങൾക്കിത് എന്തിന്റെ സൂക്കേടാ മനുഷ്യ എന്ന് ചോദിക്കണം. ഇതേ ഒരു മനുഷ്യ അല്ലേ തന്നെ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയില. ആ സമയത്ത് തന്നെ ചൊറിഞ്ഞാൻ വരലെന്ന് പറഞ്ഞിട്ട് കൈ നിർത്തിക്കൊണ്ടുള്ള ചെല്ലുവാണ് നവ്യനെ അടിക്കാനായിട്ട്.
നവ്യ ചേച്ചി നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ അടിക്കുമോ? എന്നാൽ ചുണ അടിക്കും, ഒന്നും കാണട്ടെ എന്ന് പറയണം. അന്ന് ഈ സെക്കൻഡിൽ തന്നെ ഞാൻ സത്യങ്ങളൊക്കെ പോയി വിളിച്ചു പറയും എല്ലാവരോടും. അഭി അടിക്കാൻ ഓങ്ങിയ കൈ അങ്ങോട്ട് അഭി താഴേക്ക് ഇടുവാണ്. ഓ, ഇവളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അഭി പറഞ്ഞു, ഇനി നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ തന്നെ പറഞ്ഞാൽ മതി. എൻ്റെ ഒരു ഗതികേട്, അല്ലാതെ എന്താ? നിന്നെ പോലെ ഒരുത്തിനെ കെട്ടി അന്ന് മൊത്തം തുടങ്ങി എൻ്റെ കഷ്ടകാലം എന്ന് പറയണം. അഭി പറഞ്ഞു, കഷ്ടകാലം എന്നല്ല, നല്ല കാലം എന്ന് പറ. ഇപ്പൊ തന്നെ നിന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ കാണാരെന്ന് പറയണം. പിന്നെ വലിയ കാര്യമായി പോകട്ടെ. അതെ, ഇത് ഈ വീട്ടിലെ സ്വർണ്ണം, അത് നിനക്ക് അവകാശപ്പെട്ടൊന്നും അല്ല. പിന്നെ നിനക്ക് ഇടാൻ മുത്തശ്ശി തന്നേ ഉള്ളൂ. അതെ, മുത്തശ്ശി എനിക്ക് ഇടാൻ തന്ന, അല്ലാതെ ഇതുകൊണ്ടേ പണയം വെക്കാൻ തന്ന അല്ലെന്ന് ചോദിക്കുകയാണ്. നീ ഇത് മര്യാദയ്ക്ക് തരുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആഹാ, ഇത് മര്യാദയ്ക്ക് നിങ്ങൾക്ക് പണയം വെക്കാൻ തന്നിട്ട് മുത്തശ്ശി ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിലാക്കി രക്ഷപ്പെടാൻ നോക്കിയതല്ലേ. ഇതിപ്പം നിങ്ങൾ ഇത് എടുത്തോണ്ട് പോയായിരുന്നെങ്കിൽ നാളെ ഇത് മോഷ്ടിച്ചെന്നും പറഞ്ഞ് എൻ്റെ പേരിലോ കുറ്റം വരുമുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ വീടിന് പുറത്തായണം. നിങ്ങളുടെ ഉദ്ദേശമൊക്കെ ഉള്ള അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നതെന്ന് പറയണം. ഇത്രയും പറഞ്ഞിട്ട് നവ്യ എന്ത് ചെയ്യാണ്? ആ സ്വർണ്ണം എടുത്ത് അലമാരിക്കകത്തേക്ക് വെച്ച് അങ്ങോട്ട് പൂട്ടുവാണ്. കീയുമായിട്ട് അങ്ങോട്ട് പോയി. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം ഈ അഭി ആരാന്നുള്ള. നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞില്ലേ നീ ഇത്ര അഹങ്കരിക്കുന്നേ? അതിങ്ങ് പുറത്തേക്ക് വന്നോട്ടെ, അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് അഭി ഇങ്ങനെ മനസ്സിൽ പറയാണ്. പിന്നീട് കാണിക്കുന്നേ ഇങ്ങനെ ജലജയാണ് മുറിയിൽ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു കനയ്ക്കിട്ടൊരു പണി കൊടുക്കണം. വെറുതെ ഒരു പണിയല്ല, നല്ലൊരു പണി തന്നെ കൊടുക്കണം. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഇന്നും മുറിയിൽ കിടക്കാൻ വരും, ഒരു കാരണവശാലും അവർ ഈ മുറിയിൽ വന്ന് കിടക്കരുത്. അങ്ങനെയൊക്കെ ഓർത്തോണ്ട് ഒരു പണി കൊടുക്കണമെന്നൊക്കെ ഓർത്തോണ്ട് ജലജ അടുക്കളയിൽ അങ്ങോട്ട് പോവാണ്. ഈ സമയത്താണ് കനക അങ്ങോട്ട് വരുന്നത്. കനക വന്നിട്ട് കനകയുടെ ഉള്ളിൽ ചിന്തയായിരുന്നു, എപ്പോൾ നോക്കിയാലും അവർക്ക് ഈ തീറ്റ ഇരിപ്പ് മാത്രമേ ഉള്ളൂ, ഒരു പണി ചെയ്യല്ലേ ഈ വീട്ടിൽ. എല്ലാം തൻ്റെ മോളെ കൊണ്ട് ചെയ്യിച്ചിട്ട് അങ്ങനെ സുഖിച്ച് കയറിയിരിക്കുക. ഇന്നൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം എന്നൊക്കെ ഓർത്തോണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് ജലജ മുറിയിലേക്ക് അങ്ങോട്ട് കയറി വന്ന് കാലുമേ കാലെ കയറ്റി വെച്ച് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങും. ഇത്രയ്ക്ക് അഹങ്കാരമാണോ? ഈ സമയത്ത് കനക എന്ത് ചെയ്യുക? ആ മുറിയുടെ സൈഡിലേക്ക് അങ്ങോട്ട് പോയിരിക്കണം. എന്നിട്ട് യോഗ ചെയ്യുന്ന പോലെ അങ്ങോട്ട് ഇരുന്നിട്ട് ഈ സമയം ജലജ അത് കണ്ടില്ല. കനകയെ സൈഡിൽ ഇരിക്കുന്നത് യോഗ ചെയ്യുന്ന പോലെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു സൗണ്ട് അങ്ങോട്ട് ഉണ്ടാക്കുവാണ്. ജലജ ഞെട്ടിപ്പോയി. ജലജ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. കയ്യിലിരുന്ന സീറ്റ്സ് എല്ലാം കൂടെ തെറിച്ചുപോയി. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഒച്ചപ്പാടായതുകൊണ്ട് ജലജ പെട്ടെന്ന് ഞടുങ്ങിപ്പോയത്. പെട്ടെന്ന് ജലജ ചോദിച്ചു, നീ എന്താ അവിടെ കാണിക്കുന്നത് ചോദിക്കുകയാണ്. കനക അത് ഇവിടെ വന്നായിരുന്നു, ഞാനൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ, ഞാൻ യോഗ ചെയ്യുമായിരുന്നു പറയാണ്. എന്താണെന്ന് അറിയില്ല, ഇന്നലെ ആ AC തണുപ്പ് കാരണം എനിക്ക് ശരിക്കും അങ്ങോട്ട് ഉറങ്ങാൻ പറ്റിയില്ല. നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം, അതിന് ഏറ്റവും നല്ലത് യോഗ ചെയ്യുന്ന, അതിന് ഞാൻ യോഗ ചെയ്യുമായിരുന്നു പറയാം. ഇങ്ങനെയാണ് യോഗ ചെയ്യുന്നത് ചോദിക്കുകയാണ്. ഇതാണ് നിന്റെ യോഗ? അയ്യോ, ജലജയങ്ങോ ദേഷ്യം വന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇമാതിരി പരിപാടിയായിട്ട് മേലെ നിന്നെ മുറി കണ്ടേക്കരുതെന്ന് പറയാണ്. നീ എന്നിങ്ങോട്ട് വെച്ചോ, നീ നിന്റെ മോളും കൂടെ കാല് കുത്തിയോ അന്ന് തുടങ്ങിയത് ഈ വീടിന്റെ കഷ്ടകാലം എന്ന് പറയണം. എപ്പം നോക്കിയാൽ ഈ കുടുംബത്തില് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പും വഴക്കുള്ളൂ. അതെങ്ങനെ നിങ്ങളുടെ 2 മക്കള് ഈ കുടുംബത്തിൽ കയറിയതിന്റെ ഐശ്വര്യ കാണുന്നത് പറയണം. പെട്ടെന്ന് കനക ആ സാരിയൊക്കെ മടക്കുത്തി അങ്ങോട്ട് ഇരുന്നു. നീ എന്താ പറഞ്ഞേ? എൻ്റെ മക്കളെ പറഞ്ഞോ? എൻ്റെ മക്കള് അവര് കയറി വന്നേ പിന്നെ അടി ഈ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടായിരുന്നു. പിന്നെ ഐശ്വര്യം, പിന്നെ ഈ കുടുംബത്തിൽ കലഹങ്ങളെല്ലാം ഉണ്ടാക്കുന്ന നീ ഒറ്റ ഒരുത്തിയെന്ന് പറയാം ജലജയോട്. നിന്റെ കയ്യിലിരിപ്പുണ്ട, എങ്ങനെ തമ്മിലടിപ്പിക്കാൻ നീ PhD എടുത്തോണ്ടിരിക്കുവല്ലേ? അധികം വൈകാതെ തന്നെ നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പൊളിച്ചെടുക്കുമെന്ന് പറയാം. ജലജ പറഞ്ഞു, ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാം. കനക പറഞ്ഞു, ആരോടാ നീ കളിക്കുന്നത്? എന്നോടാണോ കളിക്കുന്നത്? നിന്നെ ഞാൻ കാണിച്ചുതരാന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് ഒരു അടിയുണ്ടാക്കുവാണ്. പിന്നീട് കനക അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ജലജ പറഞ്ഞു, അധികം ദിവസം നീ ഇവിടെ ഈ വീട്ടിൽ തന്നെ നിൽക്കില്ലടി, ഇന്നത്തോട് കൂടെ നിന്റെ ഈ റൂമിലെ പൊറുതി ഞാൻ അവസാനിപ്പിക്കും. ഈ ജലജയോടാ നിന്റെ കളി എന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് നയന മുറിയിലേക്ക് കയറി ചെല്ലുകയാണ്. മുറിയിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും ആദർശ ലാപ്ടോപ്പിൽ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പം നോക്കിയാലും ആദർശന് ജോലിയല്ലേ ഉള്ളൂ. അങ്ങനെ നയന എന്ത് ചെയ്യാണ്? അലമയുടെ മൂന്ന് തൻ്റെ കുറേ സാധനങ്ങൾ എടുക്കാനായിട്ട് ഞങ്ങൾ പോയി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് നടുവിനൊരു മിന്നലുണ്ടായി. കാരണം പകലും മുഴുവൻ പണിയാണല്ലോ, ഒരിടത്ത് ഇരിക്കാനൊന്നും സമയമില്ല. ആന്നും പറഞ്ഞിട്ട് നയന എന്ത് ചെയ്യാണ്? ഇടയ്ക്ക് ഇങ്ങനെ കൈയും കൊടുത്ത് അവിടെ എങ്ങൊന്നും ഇരിക്കുവാണ്. അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ആദർശന് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഓ, എൻ്റെ ഇവിടെ ഈ സൈഡ് വേദന എടുത്ത് ഞാനാണ് കൈ അങ്ങോട്ട് പൊക്കിയതാന്ന് പറയണം. പെട്ടെന്ന് ഇടുപ്പിൽ എന്തോ ഒരു വലിക്കുന്ന പോലെ ഒരു വേദന. ഓ, ആദർശന് ടെൻഷനായി. ഇനിയിപ്പോൾ ഇവള് തന്നോട് തീരുമാനെങ്കിലും പറയോ? അതും ഇടുപ്പിലാണ്. ദൈവമേ, അവിടെ എങ്ങനെ തിരുമന്നേ? ആകെപ്പാടെ പെട്ടുപോയല്ലോ എന്ന് ഓർക്കുക. ഇവള് പറയാതെ തിരുമാൻ പാടില്ല. അങ്ങനെയാനും പറഞ്ഞ് തിരുമിയിട്ടുണ്ട്, പിന്നെ അത് മതി അടുത്ത പ്രശ്നം അതാക്കാനായിട്ട്. അപ്പൊ ആദർശ് അനങ്ങാതിരിക്കുകയാണ്.
അപ്പൊ ആദർശനോട് ചോദിച്ചു, ആദർശൻ എന്താ അനങ്ങാതിരിക്കുന്നേ? ആ ഓയിൽമെന്റ് എന്തെങ്കിലും എടുത്ത് തിരുമാൻ പറയണം. ശരി ശരി, ഇപ്പൊ ഞാൻ തിരുമ്മി തരാന്ന് പറയാ. ഞാൻ തിരുമാതിരുന്നിനി ഇപ്പൊ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് ഓർത്താ എന്നും പറഞ്ഞ് ആദർശ് പോയി ഓയിൽമെന്റ് എടുത്തോണ്ട് വരുവാണ്. ഓയിൽമെന്റ് എടുത്ത് തിരുമാൻ വന്നു. പക്ഷെ ആദർശിന്റെ ഒരു പേടിയും ചമ്മലും. എങ്ങനെ ഇടുപ്പിലല്ലേ, എങ്ങനെ തിരുമന്നേ? ആകപ്പാടെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ആദർശ് പതുക്കെ കൈ കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ നയനെ നോക്കിയപ്പോഴത്തേനും ആദർശ് ഇങ്ങനെ കണ്ണടിച്ച് കൈ കൊണ്ട് ഇരുന്നേ. ഇതെന്താ ആദർശട്ടെ കാണിക്കുന്നേ? തിരുമാൻ പറയണം. അല്ല അത് പിന്നെ എന്താ, എന്നെ കാര്യം എന്താ? അല്ല ഞാൻ ഇതിലായിട്ടും ആർക്കും ഇങ്ങനെ തിരുമ്മി കൊടുത്തിട്ടില്ലെന്ന് പറയണം. ഓ ഇതാണ് വലിയ സംഭവം. എന്റെ പൊന്നു മനുഷ്യൻ, ഞാനിവിടെ വേദന കൊണ്ട് ഇവിടെ കിടന്ന് പൊളയുവാ, ഒന്ന് തിരുമ്മി തരാൻ പറയാണ്. അവസാനം ആദർശ് രണ്ടും കൽപ്പിച്ച് കൈ കൊണ്ടുവന്ന് ഇടുപ്പിൽ അങ്ങോട്ട് കൊണ്ടുവച്ച് അങ്ങോട്ട് തിരുമ്മുവാണ് അവിടെ. അപ്പൊ നയന ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്. വേദനയ്ക്ക് നല്ല കുറവുണ്ട്. അങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന സമയത്താണ് ആദർശ് പറഞ്ഞ്, അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ സത്യം പറയുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നയനോർത്ത്, എന്റെ ഭഗവാനെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടല്ലോ, മൂഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ദൈവമേ എന്താണോ താൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യമാണോ ചോദിക്കാൻ വരുന്നത്? ഇപ്പൊ എന്തും മറുപടി പറയും. അങ്ങനെയൊക്കെ ഓർത്ത് നയന ഒരു നിമിഷം ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് ആദർശനോട് ചോദിച്ചു, എന്താ ആദർശേട്ടാ പറ. നയനെ നല്ല മൂഡിലായിരുന്നു. തന്നോട് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ആദർശന്. ആ ഒരു സങ്കല്പത്തിലായിരുന്നു നയനെ ഇരുന്നത്. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, അല്ല നീ കഴിഞ്ഞ ദിവസം എന്തിനാ ക്ഷേത്രത്തിലേക്ക് പോയത്? അതിനെക്കുറിച്ചൊന്നുള്ള കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലോന്ന്. നയന ഒറ്റ തട്ടാ കൈക്കിടം കൂടെ കൊടുത്തു. ഇതായിരുന്നോ കാര്യം? അതറിയാനായിട്ട് നിങ്ങളിപ്പം മഞ്ഞു കൊള്ളണ്ട. അതിനുവേണ്ടിയിട്ടായിരുന്നു നിങ്ങളുടെ ഈ തിരുമലൊക്കെ ഇല്ലേ? അപ്പോഴെനിക്ക് മനസ്സിലായി എന്തോ കള്ളത്തരമുണ്ടെന്ന്. നിങ്ങൾ തിരുമാൻ വേണ്ട, ഒന്നും വേണ്ട, ഞാൻ വേദന സഹിച്ച് കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് നയന എന്ത് ചെയ്യുവാണ്, ആ കൈയും തട്ടി മാറ്റിയിട്ട് അങ്ങോട്ട് ആ ബെഡിലേക്ക് അങ്ങോട്ട് കിടക്കുവാണ്. അതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല ആദർശന് മനസ്സിലായി. ഇനി ഇവളുടെ കയ്യിൽ നിന്ന് അത് എന്താന്ന് കിട്ടാൻ പോണില്ല. ഇവിടെ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പോകുന്നില്ലെന്ന്. പിന്നീടാണെങ്കിൽ നയന എന്ത് ചെയ്യുവാണ്, നയന ആദർശനെ നോക്കിയപ്പോഴത്തേന് ആദർശ് ഇങ്ങനെ ബെഡേ പോയിരുന്ന് വീണ്ടും ജോലി ചെയ്യുന്നുണ്ടു. നയനയ്ക്കും മനസ്സിലായി തന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട്. താൻ രാത്രിയിൽ എന്തിനാ അങ്ങോട്ട് പോയെന്നൊരു ചിന്തയുണ്ട്. ആ തന്നെക്കുറിച്ചുള്ള വേവലാതി ഉള്ളതുകൊണ്ടാ, ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. തൻ്റെ മനസ്സ് വേദനിച്ചാണോ അങ്ങോട്ട് പോയെന്നൊരു ചിന്തയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ആദർശേട്ടൻ ഇപ്പോഴും ഇതൊക്കെ ചോദിക്കുന്നേ എന്നോർത്ത് നയനയും കിടന്നുറങ്ങുവാണ്. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനയ്ക്കിട്ടൊരു പണി കൊടുക്കാൻ തന്നെ ജലജ തീരുമാനിച്ചായിരുന്നു. കയറി വരട്ടെ, ഇന്ന് അവൾക്കിട്ടൊരു 8ന്റെ പണി കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ പോയി നോക്കി കഴിയുമ്പോഴത്തേനും കനകയുടെ ബാഗ് അവിടെ ഇരിക്കുന്നുണ്ട്. ബാഗിനകത്തുനിന്ന് കനകയുടെ സാരിയൊക്കെ ഇങ്ങ് എടുക്കുക കൊടുക്കാൻ പണി എന്നോർത്തണ്ടൊക്കെ ആ സാരിയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്, ആ കത്രിക എടുത്തിട്ട് അങ്ങോട്ട് ഞറുക്കിക്കളയാണ്. ഇനി അവൾ സാരി ഉടുക്കുന്നത് എങ്ങനെയൊന്ന് കാണണം, ഇങ്ങോട്ട് വരട്ടെ, തന്നോട് അവളുടെ കളി എന്നും പറഞ്ഞുകൊണ്ട് അതേപടി തന്നെ സാരിയൊക്കെ അങ്ങോട്ട് എടുത്തു വെക്കുവാണ് തിരിച്ച്. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കനക അങ്ങോട്ട് മുറിയിലേക്ക് കയറി വരുവാണ്. കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജലജ അവിടെ ഇരിക്കുന്നുണ്ട്. അല്ല എന്ത് പറ്റി, എന്തോ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഇരിക്കണേന്ന് പറയണം. പിന്നീട് ജലജ പറഞ്ഞേ ഒന്നുമില്ലാന്ന് പറയണേ. ജലജ എന്ത് ചെയ്യുക, കയ്യിലും കാലിലും ഒക്കെ എടുത്ത് ക്രീമൊക്കെ എടുത്ത് തേക്കുവാണ്. ഉറങ്ങാനായിട്ട് തുടങ്ങുക. ഓ ഉറങ്ങാനുള്ള പുറപ്പാടല്ലേ, അല്ല ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കനക അങ്ങോട്ട് സാരി എടുക്കാൻ അങ്ങോട്ട് പോവാണ്. നീ പോയി കുളിക്കാൻ അങ്ങോട്ട് ചെല്ല്, കുളിച്ചിട്ട് ഇങ്ങോട്ട് വാ, നിനക്ക് ഉടുക്കാനായിട്ട് സാരി വേണ്ടെന്ന് ജലജ മനസ്സിൽ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാ, ഒരു ടോം ആൻഡ് ജെറി കോമ്പറ്റീഷൻ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.